പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണം അന്വേഷിക്കാൻ CBI സംഘം കേരളത്തിലെത്തി. ഡൽഹിയിൽ നിന്നുള്ള CBI സംഘമാണ് കേരളത്തിലെത്തിയത്. ദുരൂഹ മരണത്തിലെ വിവരങ്ങൾ CBI ശേഖരിക്കും. അഖിൽ പാലോട്ടുമഠം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, വിശദാംശങ്ങൾ. CBI അന്വേഷണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പലതവണ സർക്കാർ നിരാകരിച്ചെങ്കിൽ പോലും അവസാനം നീതിദേവത തേടിയെത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്. അവർ പ്രാഥമികമായ വിവരശേഖരണമാണ് ആദ്യം നടത്തുക. കുടുംബത്തിൽ നിന്നും അതുപോലെ തന്നെ കോളേജ് അധികൃതരിൽ നിന്നും കോളേജിലുമെത്തിയും ഒരു വിവരശേഖരണം നടത്തും. അവിടുന്ന് അത് തിരിച്ച് ഡൽഹിയിലെ CBI ഓഫീസിലെത്തി അതിന്റെ കൂടുതൽ ക്രോഡീകരണങ്ങൾക്ക് ശേഷമായിരിക്കും CBI കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക. എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് തന്നെ ഹൈക്കോടതിയുടെ ഒരു പരാമർശം തന്നെ ഉണ്ടായിരുന്നു. CBI അന്വേഷണം അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം, അതൊരു കുടുംബത്തിന്റെ ആവശ്യമാണ്, അതൊരു കുടുംബം അല്ലെങ്കിൽ കുടുംബത്തിന് ലഭിക്കേണ്ട നീതിയാണ് എന്ന് ഹൈക്കോടതി തന്നെ സർക്കാരിനോട് ഒരു നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഈ CBI അന്വേഷണത്തിന് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും അതിന്റെ തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല എന്ന കുടുംബം വലിയ ആരോപണം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ കുടുംബം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നിലനിന്നിരുന്നു. കുടുംബം അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ ഹൈക്കോടതിയും സമീപിച്ചതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള CBI സംഘം കേരളത്തിലെത്തിയിരിക്കുന്നത്. കേരളത്തിലെത്തിയ CBI സംഘം കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ശേഖരിച്ചതിനു ശേഷമായിരിക്കും അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സ്വന്തം മകന്റെ ദുരൂഹ മരണത്തിൽ, അല്ലെങ്കിൽ SFIയുടെയും സർക്കാരിന്റെ പീഡനങ്ങളുടെയും ഭാഗമായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന തന്റെ മകന്റെ മരണത്തിന്, സിദ്ധാർത്ഥന്റെ മരണത്തിന് കുടുംബങ്ങൾക്ക്, അതായത് ജയപ്രകാശിനും ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ തന്നെ നീതി ലഭിക്കുന്നു, അല്ലെങ്കിൽ നീതിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുമനു. അഖിൽ, ഈ തെരുവിലേക്ക് വരെ കുടുംബത്തിന് നീതി തേടി ഇറങ്ങേണ്ട ഒരു കാഴ്ച കേരളത്തിൽ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും സിദ്ധാർത്ഥന്റെ കുടുംബം ഈ ഒരു ഘട്ടത്തിൽ അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതും കേരളം കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ നേതൃത്വമൊക്കെ അവിടെ എത്തുകയും അവരോട് ഉറപ്പായും നീതി ലഭിക്കുമെന്നുള്ള വാക്കുകളാണ് ചൊരിഞ്ഞത്. പക്ഷെ വാഗ്ദാനങ്ങളൊക്കെ പൊള്ളയായിരുന്നു എന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് തന്നെ പിന്നീട് പ്രതികരിക്കുകയുണ്ടായി. ആ കാഴ്ചയും കേരളം കണ്ടു. ഒടുവിലാണ് ഈ CBI സംഘം ഇപ്പോൾ എത്തുന്നത്. ഇത് തീർച്ചയായും സിദ്ധാർത്ഥന്റെ പിതാവ് ഏതാനും ദിവസം മുമ്പ് വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഭരണകക്ഷിയിലുള്ള പല നേതാക്കൾക്കും, അതോടൊപ്പം തന്നെ അവരുടെ യുവജന സംഘടനാ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതിക്കൂട്ടിലായേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണോ ഉള്ളത്? ഈ സിദ്ധാർത്ഥന്റെ മരണം സംഭവിച്ച അതിനുശേഷം വലിയ പ്രതിഷേധം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, വനിതാ സംഘടനകളൊക്കെ തന്നെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കുടുംബവും വലിയ സമരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സമരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സർക്കാർ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിനെ വിളിക്കുന്നു. അതിനുശേഷം കുടുംബം മുന്നോട്ട് വെച്ച ഒരു ആവശ്യമെന്ന നിലയ്ക്ക് തന്നെ CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. പക്ഷേ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനു ശേഷമുള്ള തുടർ നടപടികളുണ്ട്. ആഭ്യന്തര വകുപ്പ് അതിന്റെ മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് CBIക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് നൽകണമെന്നൊരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയൊക്കെ തന്നെ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും ആ കുടുംബത്തെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും മനസ്സിലാക്കി വീണ്ടും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പ്രതിപക്ഷ നേതാവിനെ കാണുന്നു, കേന്ദ്രമന്ത്രിയായ V മുരളീധരനെ കാണുന്നു, രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നു, BJP നേതാവായ പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നു. അങ്ങനെ പോകാവുന്ന വഴികളിലൊക്കെ തന്നെ പോയി അദ്ദേഹം വീണ്ടും അന്വേഷണം CBI ഏറ്റെടുക്കണമെന്ന അന്വേഷണത്തിന്റെ ആ വക്കിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അവസാനം അദ്ദേഹം എല്ലാവരും പ്രതീക്ഷയോടെ എത്തുന്ന നീതിദേവതയുടെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ എത്തുന്നു. ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നു. CBI അന്വേഷണം വൈകിപ്പിക്കുന്ന സർക്കാർ നടപടിയെ ഒന്ന് ചോദ്യം ചെയ്യണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഹൈക്കോടതി വരെ എത്തി നിൽക്കുമ്പോഴാണ് അതിന്റെ നടപടിക്രമങ്ങൾ ഒരു പടി കൂടി മുകളിലേക്ക് പോയി അതിന്റെ പേപ്പർ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കോടതി തന്നെ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ CBI അന്വേഷണത്തെ ഇത്രമാത്രം ലാഘവത്തോടെ കാണുന്നത്? സ്വന്തം മകന്റെ മരണത്തിൽ നീതി നേടി ഒരു കുടുംബം എത്തുമ്പോൾ, ഒരു അച്ഛൻ തെരുവിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ കുടുംബത്തെ ചേർത്തു പിടിച്ച് ആ കുടുംബത്തിന് നീതി നൽകാൻ സാധിക്കുന്നില്ല എന്ന് കോടതി തന്നെ വിമർശനാത്മകമായ രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിനു പിന്നാലെയാണ് ഡൽഹിയിൽ നിന്ന്
CBI ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് തീർച്ചയായും അഖിൽ വ്യക്തമാണ്. എന്തായാലും ആർ രാജീവ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് DGPയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടും തുടർ നടപടികൾ ആദ്യം സ്വീകരിച്ചിരുന്നില്ല. എന്തായാലും ഹൈക്കോടതി ഇടപെടലിന് തൊട്ടു പിന്നാലെയാണ് ഈ വിശദീകരണം തേടിയത് എന്നതും ശ്രദ്ധേയമാണ്. ആഭ്യന്തര വകുപ്പിലെ രേഖകൾ നേരത്തെ ജനം TV തന്നെ പുറത്തുവിട്ടിരുന്നതുമാണ്. ആർ രാജീവ് വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, വിശദാംശങ്ങൾ. ഏതായാലും നിർണായകമായൊരു നീക്കമാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ചും ഹൈക്കോടതി ഇടപെട്ടതിന് പിന്നാലെയാണ് ആഭ്യന്തര സെക്രട്ടറി DGPയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കുൾപ്പെടെ ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ജനം TV റിപ്പോർട്ട് ചെയ്തിരുന്നു. ആഭ്യന്തര വകുപ്പിൽ നടപടികൾ തുടങ്ങിയത് 26-ന് ശേഷമാണ് എന്നതിന്റെ രേഖകളാണ് നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നത്. ആഭ്യന്തര വകുപ്പിൽ ഫയൽ കൈമാറ്റം ഉൾപ്പെടെ നടന്നത് 26-ന് ശേഷമായിരുന്നു. ഇതിന്റെ നിർണായകമായ ചില രേഖകൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്തതാണ്. അതായത് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് നിന്നും ആഭ്യന്തര വകുപ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയത് 26-നാണ്. ഈ 26-ന് ശേഷം മാത്രമാണ് ആഭ്യന്തര വകുപ്പിൽ ഫയൽ കൈമാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ തുടങ്ങിയത്. സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിലും മറ്റു നടപടികളൊന്നും ആഭ്യന്തര വകുപ്പിൽ സ്വീകരിച്ചിരുന്നില്ല. അതിന് കാരണമായി ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ പെർഫോമൻസ് ഉൾപ്പെടെ നൽകേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. അത്തരത്തിലുള്ള നടപടികൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നോ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. അവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയരുകയും ചെയ്തിരുന്നു. അതിന്റെ തെളിവുകളായിരുന്നു നേരത്തെ ജനം TV പുറത്തുവിട്ടത്. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഏതായാലും ആഭ്യന്തര സെക്രട്ടറി DGPയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. DGPയോട് വിശദീകരണത്തിൽ ആഭ്യന്തര സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അതായത് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയതിനു ശേഷവും ഇതുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് ഉൾപ്പെടെ നൽകുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് അറിയാത്തവരല്ല സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതും അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ് സംസ്ഥാന പോലീസ് മേധാവിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഈ സിദ്ധാർത്ഥന്റെ ദുരൂഹമരണത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ന്യായീകരിക്കാനാകാത്ത രീതിയിലുള്ള കുറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശക്തമായി ഉയരുകയും ചെയ്തിട്ടും പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമായിരുന്നു പോലീസ് നടത്തിയത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന് അനുകൂലമായ സമീപനം ഉണ്ടാവുകയും ചെയ്തു. ആ ഘട്ടങ്ങളിലൊന്നും, അതായത് ഇത്തരത്തിൽ പോലീസ് മേധാവിക്ക് തന്നെ വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമായിട്ട് പോലും വിശദീകരണം തേടാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് എത്തുകയും ഹൈക്കോടതി ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. ആരുടെ ഭാഗത്ത് വീഴ്ച കൊണ്ടാണ് ഇത്തരത്തിൽ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വൈകിയത് എന്ന ചോദ്യം ഉയർന്നതിന് ശേഷമാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി DGPയോട് തിരക്കിട്ട വിശദീകരണം തേടിയിരിക്കുന്നത്. സർക്കാരിന്റെ പ്രതിച്ഛായ ഈ സംഭവം മോശമാക്കിയെന്നും ഈ വിശദീകരണത്തിൽ ആഭ്യന്തര സെക്രട്ടറി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ കുറിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നിട്ടും ബോധപൂർവമായ ഒരു വീഴ്ച സംഭവിച്ചു എന്ന രീതിയിലാണ് ആഭ്യന്തര സെക്രട്ടറി ഏതായാലും DGPയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ഏതായാലും സ്വന്തം വീഴ്ചകൾ മറയ്ക്കാനുള്ള ശ്രമം സർക്കാർ ഇതിലൂടെ നടത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ നേരത്തെ ആരോപിച്ചതുപോലെ മുഖ്യമന്ത്രിക്കാണ് താൻ പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 9-നാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത്. കേസ് CBIക്ക് കൈമാറണമെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ CBIക്ക് കൈമാറിക്കൊണ്ട് 9-ന് വിജ്ഞാപനം പുറത്തിറക്കുന്നു. പക്ഷേ പിന്നീട് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇതിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ സിദ്ധാർത്ഥന്റെ അച്ഛൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചപ്പോൾ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായില്ല എന്ന് മനസ്സിലാകുന്നു. ഇതിനെ തുടർന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ സമീപിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം തിരക്കിട്ട നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നു. 26-ന് ഫയൽ കൈമാറ്റം ഉൾപ്പെടെ നടക്കുകയും 27-ന് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് DVSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ഡൽഹിയിലേക്ക് അയക്കുകയും ഡൽഹി CBI ആസ്ഥാനത്തെത്തി നേരിട്ട് രേഖകൾ കൈമാറുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചതിന് ശേഷമാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് ഇത് പോയ ശേഷമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇടപെടൽ ഉണ്ടാകുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതായത് CBI അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവം ഉണ്ടായിരുന്ന രേഖകളായിരുന്നു നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നത്. ഏതായാലും ഇതിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടണമായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. സിദ്ധാർത്ഥന്റെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി. തീർച്ചയായും രാജീവ്, ഗുരുതരമായ വീഴ്ച തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടായത് എന്നതിൽ തർക്കമില്ല. രാജീവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ മാസം 16-ന് ആവശ്യപ്പെട്ടിട്ടും പെർഫോമ നൽകിയത് 26-ന് മാത്രം. ഈ വലിയ വീഴ്ച സംഭവിച്ചു എന്നൊക്കെ ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച ഒരു വലിയ സംഭവമായി കേരള ജനതയ്ക്ക് മുമ്പിൽ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം നിലനിൽക്കുന്നതാനും ഇനി ഇതിൽ
ഇത്തരത്തിലുള്ള ഒരു വലിയ വീഴ്ച സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥന്റെ കുടുംബം, പ്രത്യേകിച്ച് സിദ്ധാർത്ഥന്റെ പിതാവ്, പല ആവർത്തി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ഗുരുതര ആരോപണങ്ങൾ അതെല്ലാം ശരിയാണോ എന്നത് കൂടി അന്വേഷിക്കേണ്ടതല്ലേ? കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായുള്ള CPM-ലെ ഉന്നത നേതാക്കൾ പോലും ഈ പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തുകയുണ്ടായി. ഇനി PM ആർഷോയ്ക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഏതായാലും ഈ കേസിന്റെ തുടക്കം മുതൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ജനൻ TV ആണ് ഈ വിഷയം ആദ്യമായി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. അതായത് വെറും ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഒരു കേസാണ്. പോലീസ് ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസിൽ സിദ്ധാർത്ഥന്റെ പിതാവിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ജനൻ TV ആണ് ആദ്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു. പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് ഏറ്റെടുക്കുകയും പൊതുസമൂഹം ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇത് വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേസിൽ ഉൾപ്പെട്ട SFI പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു തുടക്കം മുതൽ പോലീസ് സ്വീകരിച്ചത്. കേസിൽ ഉൾപ്പെട്ട SFI പ്രവർത്തകരെ സംരക്ഷിക്കുക മാത്രമല്ല, സിദ്ധാർത്ഥിനെ കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ പോലും ബോധപൂർവം ഈ കോടതി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. മരിച്ച ശേഷം പോലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതിന്റെ തെളിവുകൾ നേരത്തെ ജനൻ TV പുറത്തുവിടുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഏതായാലും കേസന്വേഷണം CBIക്ക് കൈമാറിയതിനു ശേഷം പോലും ആ അന്വേഷണങ്ങൾ അട്ടിമറിക്കാനുള്ള ശ്രമം ബോധപൂർവമായി ഉണ്ടായി. ഒരുപക്ഷെ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം തേടിയതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാത്തതല്ല CBIക്ക് ഒരു കേസ് കൈമാറിയാൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന്. നമ്മളും അത് തന്നെയാണ് നേരത്തെ പുറത്തുവിട്ട രേഖകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്യമായി ആഭ്യന്തര വകുപ്പിൽ ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ നടപടിക്രമങ്ങൾ വൈകിയത്. അതിന് ആഭ്യന്തര വകുപ്പിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു സർക്കാർ ചെയ്തത്. ആ ഘട്ടത്തിൽ പോലും പോലീസിനെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഏതായാലും ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടലോ മറ്റോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഏതായാലും ഹൈക്കോടതി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം രേഖാമൂലം നൽകേണ്ടി വരും. അതിനെക്കുറിച്ച് കൃത്യമായ ബോധം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരക്കിട്ട് ഈ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പോലും കേസിൽ ഉൾപ്പെട്ട SFI പ്രവർത്തകരെ സംരക്ഷിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന വസ്തുത കൂടിയാണ് നിലനിൽക്കുന്നത്. കാരണം കൃത്യമായ സമയത്ത് രേഖകൾ കൈമാറി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ CBI അന്വേഷണത്തിൽ പോലും ഈ പ്രതികളെ കണ്ടെത്താനും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാനും കഴിയൂ എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സിദ്ധാർത്ഥന്റെ പിതാവ് ആരോപിച്ചതുപോലെ തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ ഒരു ഘട്ടത്തിലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്തരത്തിൽ ഈ അന്വേഷണം വൈകിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ CBI ആരംഭിച്ചിരിക്കുന്നു. CBI ഉദ്യോഗസ്ഥർ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അവർ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ CBI ഉടൻ തന്നെ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കും. അതേസമയം തന്നെയാണ് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതിന്റെ തെളിവുകൾ സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അനു, ശരി, മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ വാർത്ത തന്നെയാണ്. DGPയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ എന്തായാലും സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടും തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം 16 ആവശ്യപ്പെട്ടിട്ടും പെർഫോമ നൽകിയത് 26 മാത്രമായിരുന്നു. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത്.